ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പിയാണ് ചെയ്യുന്നത്, ഇടിച്ചക്ക തോരൻ. ഇടിച്ചക്ക നന്നായി കഴുകിയിട്ട് ഇതേപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്യുമ്പോൾ പശയൊക്കെ വരും, അത് പേപ്പർ വെച്ചിട്ട് തുറക്കുക. അതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കളറൊക്കെ മാറും, അതൊന്നും കുഴപ്പമില്ല. പിന്നെ കട്ട് ചെയ്യുമ്പോൾ കൈമയും കത്തിയും ഒക്കെ വെളിച്ചെണ്ണ തേച്ചോലോ, ഇല്ലെങ്കിൽ എല്ലായിടത്തും പശയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പ് ചേർക്കുക, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക, പിന്നെ 1 കപ്പ് വെള്ളവും ചേർക്കുക. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, ഇടിച്ചക്ക വേവാനുള്ള വെള്ളം മതി. അതിനുശേഷം ഒന്ന് ചിറ്റിച്ചെടുക്കുക, ഇല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരണ വരെ വേവിക്കുക. അത് അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യമുള്ള അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയായ കാരണം ഒരെണ്ണം എടുത്തേക്കണേ, വലിയതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്താൽ മതി. 12 ചെറിയ ഉള്ളി എടുക്കുക, 6 അല്ലി വെളുത്തുള്ളി എടുക്കുക, 7 പച്ചമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം കൂടി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മിക്സിയിലിടുക. അതിനുശേഷം 1-2 പ്രാവശ്യം മാത്രം മിക്സിയിലിട്ട് പൾസ് ചെയ്യുക. പിന്നെ തേങ്ങയും ചേർത്ത് 1 പ്രാവശ്യം കൂടി പൾസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഈക്വലായിട്ട് ക്രഷായിട്ട് കിട്ടും. ഇതാ നോക്ക്, നമ്മുടെ അരപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 2 വിസിൽ വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇടിച്ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗവും പിന്നെ പുറമേയുള്ള തൊലിയും രണ്ടും കത്തിയോണ്ട് ഇങ്ങനെ എളുപ്പത്തിൽ കളയാം. ചിലവർ സെൻറ്ററിലുള്ള ഭാഗം കളയാറില്ല, പക്ഷെ ഞാനിവിടെ കളയാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതിനുശേഷം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇത് അരിഞ്ഞു പോവാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നേരത്തെ തേങ്ങയുടെ അരപ്പ് ചെയ്ത പോലെ തന്നെ 1-2 പ്രാവശ്യം പൾസ് ചെയ്താൽ മതി. ഇനി ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു നാടൻ റെസിപ്പി ആയ കാരണം വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ് ചേർക്കുക. ഉഴുന്നും പരിപ്പ് ഓപ്ഷണലാണ്, പക്ഷെ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. പിന്നെ അതൊരു ഗോൾഡൻ കളറൊക്കെ ആക്കിയാൽ മതി, പക്ഷെ ഞാൻ ഒന്ന് ബ്രൗൺ ആക്കും, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് റോസ്റ്റായി കിട്ടുമ്പോൾ തന്നെ ബാക്കിയുള്ളത് ചേർക്കാം. അങ്ങനെ ഉഴുന്നും പരിപ്പ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് 2-3 പച്ചമുളക് പൊട്ടിച്ചിട്ട് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചച്ചുവ മാറുമ്പോൾ തന്നെ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇടിച്ചക്ക ചേർക്കാം. പക്ഷെ അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതേപോലെ നമ്മുടെ അരപ്പ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇടിച്ചക്ക ചേർക്കാം. ചക്ക കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ട് പിന്നീട് ഇത് തീരുമ്പോൾ ഉണ്ടാക്കുക. അതേപോലെ തേങ്ങയും കറിവേപ്പിലയും ഒന്നും പിശുക്ക് വരുത്തണ്ട, കാരണം ഇതൊക്കെ കൂടുമ്പോഴാണ് നമ്മുടെ തോരന് നല്ല അടിപൊളി ടേസ്റ്റ്. ഉപ്പ് നമ്മൾ നേരത്തെ ഇടിച്ചക്ക വേവിക്കുന്ന നേരത്ത് മാത്രമേ ചേർത്തിട്ടല്ലോ, അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കുക. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 2 മിനിറ്റിന് മൂടി വെക്കുക. ഒരു വാഴയില വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. ഇത് ഓപ്ഷണലാണ്, വീട്ടിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇല മാറ്റുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ ചക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും വാഴയില വെച്ചിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ കഴിക്കുന്ന സമയമാകുമ്പോൾ എടുക്കുക. ഇത് ചോറിൻ്റെ കൂടി 4 മണിക്ക് ചായയുടെ കൂടി ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അങ്ങനെ നമ്മുടെ തനി നാടൻ ഇടിച്ചക്ക റെഡിയാണ്. ഇപ്പോൾ ചക്കയുടെ സീസണാണ്, അപ്പോൾ എല്ലാവർക്കും ഇടിച്ചക്ക കിട്ടാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പോരാത്തതിന് ഇത് ടേസ്റ്റി മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഷുഗറും പ്രഷറും ഉള്ളവർക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് നല്ല ഭംഗിയായി ക്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക.
പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.